ലീഡർ മകൾ പത്മജ ഈ പാർട്ടി വിട്ടിട്ട് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് പത്മജ പാർട്ടി വിട്ടു പോകുന്നത്. അതിന് സഖാക്കൾ വല്ലാതെ ആഘോഷിച്ചിരുന്നു. സത്യത്തിൽ ആ പത്മജ പോയതിനും ആൻ്റണി പുത്രൻ പോയതിനെല്ലാം കണക്ക് തീർക്കാൻ ദൈവം ഇറക്കിയ ഒരു വരദാനാണ് ഈ സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള വരവും പാണക്കാട്ടേക്കുള്ള ഈ ആഗമനം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ നിന്ന്, വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹതീരത്തേക്ക് കോൺഗ്രസിലേക്കും പാണക്കാട്ട് കുടുംബത്തിലേക്കൊക്കെ ഞാൻ അടുത്തിരിക്കുന്നു, ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു മുഖവരോട് കൂടിയിട്ടാണ് സന്ദീപ് വാര്യർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാട് കത്തിക്കാനുതകുന്ന വഴി വിട്ട് സ്നേഹതീരത്തിലേക്ക് മനുഷ്യരൊക്കെ സമന്മാരായി കണ്ട് സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടിയിട്ടും കേരളത്തിൻ്റെ പാരമ്പര്യ ആ കിഴവഴക്കനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഒരു വലിയ നന്മയാണല്ലോ. ആ നന്മ നിറഞ്ഞ സമീപനം സന്ദീപ് വാര്യർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളീയർ ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് കുഞ്ഞുമ്മ വട്ടാമ്പി. അതുകൊണ്ട് പാലക്കാട് UDF ജയിക്കും. പാലക്കാട് ജയിക്കുന്നതെന്ന് മാത്രമല്ല, കേരളം തന്നെ വളരെ രക്ഷപ്പെടാൻ പോവല്ലേ. കത്തി നശിക്കുന്നതിലേക്കും തമ്മിലടിച്ച് തല്ലിച്ചാകുന്നതിനേക്കാൾ നല്ലത് നാട് ശോഭനമായ പഴയകാല സൗഹാർദ്ദത്തിലും സൗമ്യതയിലും സുന്ദരമായി മുന്നോട്ട് പോകുന്നതല്ലേ നാടിന് അഭികാമ്യവും ഗുണകരവും. മറിച്ച് നാട് പരസ്പരം കടിച്ചു കീറി പേപ്പട്ടികളെപ്പോലെ വെറുപ്പോടും പകയോടും കൂടി ജീവിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും തുടങ്ങിയ ഈ നാടിന് നിലനിൽപ്പുണ്ടോ? നമ്മുടെ നാട് നിലനിൽക്കണമെങ്കിൽ തന്നെ സന്ദീപ് വാര്യർ എടുത്ത ഈ സ്നേഹതീരത്തേക്കുള്ള ഈ വരവിന് മലയാളികളായ നമ്മളൊക്കെ സഹർഷം സ്വാഗതം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്കിലേ ഈ നാട് നിലനിൽക്കൂ, അല്ലെങ്കിൽ നാട് കത്തല്ലേ. നാട് കത്തിച്ചിട്ട് രാജ്യത്തിന് നേട്ടമുണ്ടോ? ഏതെങ്കിലും സമുദായത്തിന് ഗുണമുണ്ടോ? അപ്പോൾ നാട് കത്തി നശിക്കാതിരിക്കാൻ സ്നേഹത്തിൻ്റെ സൗമ്യതയുടെ വഴിയിൽ നെഹ്റുവൻ പാരമ്പര്യത്തിലും പാണക്കാട് പാരമ്പര്യത്തിലും മുന്നോട്ട് നാട് നയിച്ചെങ്കിൽ മാത്രമാണ് ഈ നാടിൻ്റെ രക്ഷയുള്ളൂ. ആ തിരിച്ചറിവ് സന്ദീപ് വാര്യർക്കും ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും ആ നന്മയും തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.